അപ്പൊ ഗൈസ് നമ്മള് പൂനെ പോവാണ്. പൂനെയില് ക്യാമ്പ് എടുത്ത ആൻഡ് ഉണ്ട്, വീണയുണ്ട്, ഭാഗ്യുണ്ട്, അതാ മൗറനുണ്ട്, ഇതാ ആരോണുണ്ട്. ഓക്കെ, എങ്ങോട്ടോ വീണ? പൂനെ പോവല്ലേ? റെഡിയല്ലേ? ആരോണ റെഡിയല്ലേ? ഭാഗ്യ എപ്പോഴാ റെഡി? അന്റെ മോൻ വിശക്കണല്ലേ? ഇത് പിന്നെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണ്ട. അപ്പൊ നമ്മള് പോകുന്ന വഴിക്കുള്ള ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. അതേ ഉള്ളു കാണിക്കാം, വേറെ ഒന്നും കാണിക്കല്ല. ട്രെയിനിൽ പോകുന്നതും പറഞ്ഞാൽ മാത്രമേ കാണിക്കുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഷോർട്സിൽ അപ്ഡേറ്റ് ആവും. ഓക്കെ, ഡിലേ ആയിരിക്കും, ബട്ട് നിങ്ങൾക്ക് ഷോർട്സിൽ അപ്ഡേറ്റ് ആവും. ഓക്കെ, നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ചോറുണ്ട്, ബീഫുണ്ട്, ചപ്പാത്തി ഉണ്ട്, എന്തൊക്കെ വേറെ കുറെ ഉണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടോ അതൊന്നും. എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ്. ഇത് അടിപൊളി ബീഫുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചെയ്യാറായി. ഗൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് നല്ല വയറ് നിറഞ്ഞിരിക്കുകയാണ് അടിപൊളിയായിട്ട്. അപ്പൊ നമുക്ക് ഡയറി എന്തോന്ന് ഇത് 50-50 ഓൺലി. 50 രൂപ. 55 ഉള്ളത് മാറ്റി കണ്ട. എല്ലാരും ശ്രദ്ധിച്ചോണം, 55 ഉള്ളത് 50 രൂപ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഫ്രഷൊക്കെ ചെയ്ത് ചെറുതായിട്ട് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓക്കെ, നല്ലത് ഉറങ്ങാൻ പറ്റി. പിന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമോ തോന്നിയതായിട്ട് നല്ല ശബ്ദം കാണും. ഞാൻ എൻ്റെ പുറത്തുള്ള സീനറി കാണിച്ചു തരാം. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങി. നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. കണ്ട ടണൽ വ്യൂ അടിപൊളി. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ. ഓഫ്, മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ട, ഫോൺ നനയാണേ. അടിപൊളി. ഗൈസ് കണ്ടോ, ഇതാണ് പാറയാണോ എന്തോ ആണ് പാറയാണെന്ന് തോന്നണം അല്ലേ. ഇത് എല്ലാം ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ ഓ മൈ ഗോഡ് ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി. റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. കണ്ടാ, നമ്മൾ സക്സസ്ഫുള്ളി ഗോവ എത്തിയിരിക്കുകയാണ്. ഗോവയിലപ്പം ഒരു 45 മിനിറ്റ്സ് ഹോൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഷോപ്പിംഗ് അല്ല, ലൈക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പാവ്ബജി കഴിച്ചാൽ ശരിയാവില്ല. നമ്മളിങ്ങനെ വരുമ്പം പാവ്ബജിയൊക്കെ നോക്കി വേണം വാങ്ങിച്ചാൽ നമ്മൾ കഴിക്കും. ഓക്കെ, ട്രെയിനൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ വേറെ ഒന്നും പാവ്ബജി വാങ്ങിച്ച്. പാവ്ബജി വീണ എങ്ങനെയുണ്ട്? വീണ പാവ്ബജി എങ്ങനെയുണ്ട്? കൊള്ളാവോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പാവ്ബജി? ഞാനും ശകലം ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ, വലുതായിട്ടൊന്നും ടേസ്റ്റ് ചെയ്തില്ല. കൊള്ളാമെന്ന് പറയുന്നു. നമ്മളപ്പം ഗോവയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ്. ട്രെയിൻ അവിടെ ഉണ്ട്, ട്രെയിൻ എടുക്കില്ലെന്നാണ് ഒരു വിശ്വാസം. നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഗോവയിൽ വന്ന സ്ഥിതിക്കൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ, ചെറുതായിട്ടൊരു മഴ പെയ്യുന്നുണ്ടോയെന്ന് ഡൗട്ട്. ഓക്കെ, നമ്മൾ ഈ കടയിൽ നിന്ന് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. 2-3 സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഗോവയിൽ വന്നിട്ട് സ്വീറ്റ്സ് വാങ്ങിച്ചിരുന്നതാണ്. ഓക്കെ, അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്നും പറയാം, കോസ്റ്റ്ലി അല്ലെന്നും പറയാം. പക്ഷേ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് പോയേ പറ്റൂ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി ഇതാ പൊളിച്ചില്ല ഡേറ്റ്സ് കൊണ്ടുവന്ന ഡേറ്റ്സ് പൊട്ടിക്കണം. ഡേറ്റ്സ് കഴിക്കണം. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ്സ് എങ്ങനെയാണ് പൊട്ടിക്കുക? അങ്ങനല്ലേ, അടിപൊളി. ഒരെണ്ണം അടുത്ത് കഴിയടാ. അതങ്ങനെയല്ല കഴിക്കണ്ട, ഫുള്ള് കടി എല്ലാം അത് ഫുള്ള് കഴിച്ചു നോക്ക്. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്.
बीच वाटरफॉल है, बीच वाटरफॉल है, वही जो वाटरफॉल जिसका नाम गुडसागर है ना, ഗുഡ്സാഗർ വാട്ടർഫോൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കോച്ചുകൾ മാറി മാറി വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരാൾ സ്നാപ്പ് എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ സ്ഥലം വരെ നമ്മളെ സ്ഥലത്ത് തന്നെ വന്നിരുന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കാണാൻ പറ്റുമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിപ്പുണ്ട്. ഇവിടെ ഇവിടെ തന്നെ അല്ലേ സന്ധ്യ സംഭവം? ഇവിടെ തന്നെ 2 ദിവസം മുന്നേ രാത്രി കണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഓ എൻ്റെ മോനെ കിട്ടില്ല ഗൈസ്, കിട്ടില്ല. ഓ ഷിറ്റ്, ഒയ്യോ കിട്ടില്ല. ഒയ്യോ സെറ്റില്. ഓ നോക്കിയിരി ഇപ്പൊ തരി. ഒയ്യോ ഗൈസ് അടിപൊളി സ്ഥലമായിരുന്നു, അടിപൊളി ടോപ്പ്. ഞാൻ ഒന്ന് വെയിറ്റ് കിട്ടില്ലായിരുന്നു, കിട്ടില്ല. സീരിയസ്ലി സൂപ്പറായിരുന്നു, സൂപ്പർ സാധനം. അടുത്ത സീനറി അടിപൊളി. വെള്ളം വേണം, വെള്ളം വേണം. അടിപൊളി ഫോഗാണേ, മഴയും പെയ്യുന്നുണ്ട്. ഇതെന്ത് സാഗർ? ദൂത് സാഗർ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ബെൽഗാവി ആണെന്ന് തോന്നുന്നു, ബെൽഗാവി എത്തി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിസ്സയല്ല, ബർഗറും പിന്നെ ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡൊമിനോസിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. സോ നമ്മൾ 5 സ്റ്റോപ്പിന് മുമ്പേ ഓർഡർ ചെയ്തത്, എന്നാലേ ഇപ്പോൾ കിട്ടിയുള്ളൂ. ഓക്കെ, നമ്മളത് ആ ട്രെയിനിലിരിക്കുകയാണ്. എല്ലാവരും സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അകത്തിരിക്കുകയാണ്. അവരിപ്പോൾ പെപ്സി എല്ലാം വാങ്ങിച്ചിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അവർക്ക് റിസീവ് ചെയ്തു. ഗൈസ് നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. ഇപ്പം ഡൊമിനോസ് നമ്മളെ പറ്റിച്ചു എന്നാണ് തോന്നുന്നത്. ചെറിയ വലിയ ബർഗർ. തംസപ്പ് ഒന്നും ആരോണേ. ഗൈസ് നമുക്ക് ഫുഡ് വന്നിരിക്കുകയാണ്. അത് ചിക്കനുണ്ട്, പിന്നെ ബർഗർ ഭയങ്കര വലുതായിപ്പോയി. എടാ എങ്ങനെയുണ്ട് ബർഗർ? എങ്ങനെയുണ്ട് ഭാഗ്യ? ദോശയുടെ എങ്ങനെയുണ്ട്? ഓക്കെ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഷിറ്റ് ആയിപ്പോയി. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു. ബട്ട് ഇപ്പോൾ ആ കൂടിയുള്ള വഴി ഇത് തന്നെ അല്ലേ. ഓക്കെ, കഴിച്ചിട്ട് വരാമേ. അങ്ങനെ നമ്മൾ സാംഗ്ലി എത്തിയിരിക്കുകയാണ്. പൂർണ്ണ എക്സ്പ്രസ് ഇല്ല, നമ്മളെ ട്രെയിനിൻ്റെ പേരൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പോലീസുണ്ട്, എല്ലാവരും ഉണ്ട്. കിട്ടിയ ഫ്രണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ബായ്, കാണാം. എടാ ബായ്, കാണാം. ബായ്. ഗൈസ് അങ്ങനെ നമ്മൾ പൂനെയിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. നല്ല ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് ഭയങ്കര വിശപ്പ്, ഫുഡ് കഴിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ, പൂർണ്ണ എക്സ്പ്രസ്. ടാറ്റ, ബൈ. നമ്മളെല്ലാവരും ഉണ്ട്. ബാഗ് എടുത്ത് നിൽക്കുകയാണ്. ഇനി പോയി ഫുഡ് കഴിക്കണം. ഓക്കെ ഗൈസ്, നമ്മളപ്പം എക്സിറ്റിലോട്ട് ഇറങ്ങിയാണ്. ഇതല്ലേ എക്സിറ്റ്? ഇത് തന്നെ വാ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ പൂനെന്ന് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ല. കൊള്ളാമല്ലേ? നോക്ക്, വീണ ലുക്ക്. ഓ മൈ ഗോഡ് ഗൈസ്, സൂപ്പറാണ്. കൊള്ളാം, അടിപൊളി സ്ഥലം. അല്ലേ? ഗൈസ് ഇതോ പൂനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തത്രപ്പാടിലാണ് അല്ലേ. നല്ല വിശപ്പുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കണം. ഭാഗ്യ ഗൈസ്, നമ്മൾ തപ്പിപ്പിടിച്ച അവസാനം എന്തോ ഒരു ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തോട്ട് എത്തി. ഇവിടെ ഉണ്ടോ എന്നോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നത്. കേക്ക് ഓർഡർ ചെയ്യാം, വെജ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞിട്ട് ഗൈസ് ഫുഡൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ഒട്ടുമില്ല. അയ്യോ, കുഴപ്പമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, വണ്ടി വന്നു. നമുക്കുള്ള വണ്ടി ഇതാണ്, നമ്മളെ ടൊയോട്ട വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ കയറും. ഗൈസ് നമ്മൾ തിരിച്ചിറങ്ങി. ഇവൻ ലോകം ഉടായിപ്പാണ്. ഇവനാണെങ്കിൽ 220 രൂപ വാങ്ങിച്ചിട്ട് ഇവൻ പറയുന്നത് 7 പേർക്ക് കയറാൻ, അല്ല 6 പേർക്ക് കയറാൻ പറ്റില്ല, 4 പേർക്ക് കയറാൻ പറ്റും, വേറെ പിടിക്കാനെന്ന്. അല്ലേ അല്ലയാ മുഞ്ചി? അത് തന്നെ ഒരുമാതിരത്തെ പരിപാടി പുല്ല്. മനുഷ്യൻ വീട്ടിൽ പോകേണ്ടി നോക്കുമ്പോൾ ഇവിടെ കുറേ എണ്ണം അവൻ്റെയൊക്കെ തോന്നിയ ദിവസം. ഗൈസ് നമ്മളപ്പോൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തവൻ നമ്മളെ തേച്ചു. അപ്പോൾ അതിൽ നമ്മൾ 2 ക്യാബ് ബുക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണയുണ്ട്, ആൻ്റെ ഉണ്ട്, ഞാനുണ്ട്, പിന്നെ ഡ്രൈവർ ചേട്ടനുണ്ട്. നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൂനെ കൊള്ളാം, അടിപൊളിയാണ്.
പ്രത്യേകിച്ച് എന്ത് പറയാൻ ഒന്നുമില്ല. ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് എത്തട്ടെ. ഓക്കെ, ഇവിടുത്തെ ഒരു IT കമ്പനിയാണ് നമ്മൾ കാണുന്നത്. ദോ മേളിൽ എൻ്റെ പേര് ADU എന്നാണ് എഴുതിയിരിക്കുകയെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണി 12:52, 1 മണിയാവാൻ വെറും ഒരു 7 മിനിറ്റ് മാത്രം. അപ്പോൾ നമ്മളിതാ പോയിട്ടിരിക്കുകയാണ്. നമ്മുടെ യൂബർ ചേട്ടൻ പെട്ടെന്ന് കൊണ്ടുപോകും എന്നാണ് പ്രതീക്ഷ. ഒന്ന് പോയി ഫ്രഷപ്പ് ആവണം, റൂമിൽ പോയി. ഇതാ നമ്മളെത്തി, സക്സസ്ഫുള്ളി എത്തിയല്ലേ. പൂനെയുടെ അതിമനോഹരമായ വൃത്തിയായ റോഡിലൂടെ വൃത്തിയായിരുന്ന ക്ലീനിങ് അത് കിട്ടില്ല വരുന്ന പക്കയായിരുന്നു. അത് അടിപൊളിയായിട്ട് വന്നു. ആടല്ലേ ചുമ്മാരി. അപ്പോൾ ഈ നമ്മൾ റൂമിലോട്ട് എത്തി, ഡ്രസ്സൊക്കെ മാറി നല്ലോടത്ത് കുളിച്ച് ഫ്രഷായി. അപ്പം ഇന്നത്തെ വിശേഷം മാത്രമേ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷം. ഓക്കെ, ബൈ.